ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് കിട്ടിയ ചെറിയൊരു പണിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. നമ്മളെ വണ്ടിയുടെ ഡാഷ് നമ്മൾ കംപ്ലീറ്റ് അയച്ചിട്ട് വെള്ളം ലീക്കായിട്ട് കംപ്ലീറ്റ് ഡാഷ് അയച്ചിരുന്നു. ബട്ട് അതിന് ശേഷം MC വെച്ച് ലീക്കൊക്കെ അടിച്ച് വെള്ളം ലീക്കൊക്കെ അടിച്ച് ഫുൾ ക്ലിയർ ആക്കിയതിന് ശേഷം അടുത്ത പണി വെള്ളം ലീക്ക് നമ്മൾ MC വെച്ചിട്ടാണ് അടിച്ചിട്ടുള്ളത്. അടിച്ച് ഉണങ്ങി മൊത്തത്തിൽ വെള്ളം പാർന്ന് ലീക്ക് കൊണ്ടുവന്ന് ക്ലിയർ ആക്കി നോക്കിയപ്പോൾ വലിയ ലീക്കും കാര്യങ്ങളൊന്നും കണ്ടില്ല. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഞാൻ മഴയത്ത് കുറച്ച് വണ്ടി ഓടിച്ചപ്പോൾ പിന്നെ ലീക്കുണ്ട് ഗൈസ്. രണ്ട് സൈഡൊന്നും വെള്ളം ലീക്കാകുന്നുണ്ട്. രണ്ട് സൈഡൊന്നും വെള്ളം ലീക്കാകുന്നുണ്ട്. ഈ ഒരു ഭാഗത്തുനിന്നും അതേപോലെ ആ ഒരു ഭാഗത്തുനിന്നും രണ്ട് സൈഡൊന്നും വെള്ളം ലീക്കാകുന്നുണ്ട്. നമ്മൾ ആദ്യം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഗ്ലാസ് ഫിക്സ് ആക്കിയ സമയത്ത് ഉണ്ടായ വിഷയമാണ് അത് ലീക്കാവാനുള്ള കാരണം. പക്ഷെ അതല്ല, അതിൻ്റെ ഈ ബോഡീൻ്റെ പേസ്റ്റിംഗ് ഉണ്ടാകുമല്ലോ, നമ്മളെ പേസ്റ്റിങ്ങിൻ്റെ അവിടെ കാലപ്പഴക്കം കൊണ്ട് അതിൻ്റെ അത് പോയി അവിടെയാണ് സംഭവം ലീക്ക് വന്നത്. സോ വണ്ടിയുടെ ഈ ഒരു പീസും അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തുള്ള ഈ ഒരു പീസും അയച്ചിട്ട് ഒന്നുകൂടി ചെക്ക് ചെയ്യണം. അയച്ചിട്ട് MC വെച്ച് അടിക്കുക, എന്തെങ്കിലും ചെയ്തിട്ട് ലീക്കുകൾ ക്ലിയർ ആക്കണം. അതല്ലാതെ ഇനി ഡാഷ് വെച്ചൊരു കാര്യം ഉണ്ടോ എന്നുള്ളത് തോന്നില്ല. സോ രണ്ടാം പണിയാണ്. മാരുതി 800 യൂസ് ചെയ്യുന്ന ആൾ, പ്രത്യേകിച്ച് ടൈപ്പാണ്. അത്യാവശ്യം മാരുതി 800 എന്ന് പറയുമ്പോൾ 84 വന്നത്. അത്യാവശ്യം പഴക്കം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നില ഓൺ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നോക്കി കണ്ട് വെള്ളം ലീക്ക് ഉണ്ടോ എന്നുള്ള ആദ്യം കണ്ടെത്തിയിട്ട് നോക്കി കണ്ട് ചെയ്യുക. അല്ലെങ്കിൽ 8ൻ്റെ പണി കിട്ടും, പ്ലാറ്റ്ഫോം മൊത്തം തുരുമ്പടിക്കും, പിന്നെ പൈസ പോകുന്ന യാതൊരു കണക്കും ഉണ്ടാവില്ല. ഇനി നമ്മൾ അയക്കുന്ന വീഡിയോ കൈയാണെങ്കിൽ ഞാൻ ചെയ്യുന്നുണ്ട്. സോ അത്രേ ഉള്ളൂ. അപ്പോൾ കാര്യങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള നമ്മുടെ ഉദ്ദേശം. ബൈ.